വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഫോട്ടോ ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങിയെന്ന് നല്ല കിടുക്കാച്ചി ഫോട്ടോ എടുക്കും എന്നിങ്ങനെ പിന്നെ അനുപല്ലവി പറയുമ്പോൾ പെട്ടെന്ന് അപ്പോൾ മക്കൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണ്ടേ, അച്ഛന്മാർ സമ്മതിച്ചു കൊടുക്കുകയല്ലേ വേണ്ട എന്നിങ്ങനെ രാമേട്ടനും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കമല അല്ല നിർമ്മലയാണെങ്കിലും ഒന്നല്ലാതെ ഇങ്ങനെ പേടിക്കുന്നുണ്ട്. എന്നിട്ട് ആ സൈഡിൽ മുള്ളുകളൊക്കെയുള്ള ആ സ്ഥലത്ത് നിന്ന് എടുത്താൽ മതി എന്ന് പറയുകയാണ്. ചെന്ന് ശരിയെന്നൊക്കെ പറഞ്ഞ് അനുപല്ലവി ചന്ദ്രയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം രാമേട്ടൻ പറയുന്നുണ്ട്, മഹേന്ദ്ര സാറിനെ ഒന്ന് വിളിച്ച് നോക്ക്, ഇപ്പോൾ വരുമെങ്കിൽ കണ്ടിട്ട് പോകാമല്ലോ എന്ന് പറയുകയാണ്. അന്നേരം നിർമ്മല അകത്തേക്ക് മഹേന്ദ്രനെ ഫോൺ വിളിക്കാൻ എന്നോണം പോകുന്നുണ്ട്. ഈ സമയത്ത് പിന്നെ അനുപല്ലവി ആണെങ്കിൽ ചന്ദ്രയും കൊണ്ട് പുറത്തേക്ക് സെക്യൂരിറ്റി അവിടെ ഗേറ്റിൻ്റെ അവിടെ തന്നെ നിൽക്കുകയാണ്. അന്നേരം രാമേട്ടനും ഇറങ്ങുന്നുണ്ട് ഈ സമയത്ത്. എന്നിട്ട് പ്രശ്നമാവുമല്ലോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഒരു സൂത്രം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ദേ പാമ്പ് പാമ്പ് എന്നും പറഞ്ഞ് ഒരു ഗാർഡൻ്റെ ആ ഒരു കാറിൻ്റെ അപ്പുറത്തേക്ക് നോക്കിയിട്ട് രാമേട്ടൻ വിളിക്കുമ്പോൾ സെക്യൂരിറ്റി ഓടി വരുന്നുണ്ട്. അന്നേരം ഈ ബഹളം കേട്ടുകൊണ്ട് നിർമ്മല ഇറങ്ങി വരികയാണ്. അന്നേരം എന്ത് മൂർഖനാണെന്ന് തോന്നുന്നു പാമ്പ് എന്നൊക്കെ പറഞ്ഞ് രാമേട്ടൻ പറയുമ്പോൾ എവിടെ അങ്ങോട്ട് നോക്കുന്ന സെക്യൂരിറ്റിയോട് നിർമ്മല പറയുമ്പോൾ സെക്യൂരിറ്റി അങ്ങോട്ടത്തേക്ക് നോക്കി പോകുന്നുണ്ട്. പിന്നാലെ നിർമ്മലയും പോവുകയാണ്. അന്നേരം രാമേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾ പെട്ടെന്ന് വണ്ടി കയറ് എന്ന് പറയുന്നുണ്ട്. ചന്ദ്രയും അനുപല്ലവിയും കൂടി വണ്ടി കയറുന്നുണ്ട്. രാമേട്ടൻ പെട്ടെന്ന് വണ്ടി അവിടെ നിന്ന് പോകുന്നുണ്ട്. അന്നേരം നല്ല സ്പീഡിലാണ് പോകുന്നത്. സമയത്ത് അവിടെ എത്തിക്കണമെന്നൊക്കെ അനുപല്ലവി പറയുകയാണ്. അന്നേരം ഇപ്പോൾ വീട്ടിലൊക്കെ അറിഞ്ഞ് കാണുമല്ലേ എന്നും പറഞ്ഞ് ചന്ദ്ര ആകെ ടെൻഷനിലുമാണ്. പിന്നീട് നിർമ്മലയെ കാണിക്കുന്നില്ല. ഇതേസമയം അവിടെ രജിസ്റ്റർ ഓഫീസിൽ ശാലിനിയും ശിവനും പ്രകാശനും കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അന്നേരം അകത്തുനിന്ന് പിയൂൺ ഇറങ്ങി വന്നിട്ട് എല്ലാം സെറ്റല്ലേ, ചെക്കൻ പെണ്ണ് മാല ബൊക്കെ ഹാരം എല്ലാം റെഡിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പെണ്ണ് ഓൺ ദ വേ ആണെന്ന് ശിവൻ പറയുന്നുണ്ട്. അന്നേരം ഞാൻ ഫയൽ എവിടത്തേക്ക് വെക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ സാറിന് എങ്ങോട്ടാണ് പോകാനുള്ളതാണെന്ന് പറയുമ്പോൾ ആ ശരി വച്ചോളൂ എന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം വരില്ലേ ശാലിനി ഒന്നുകൂടി വിളിച്ച് നോക്കുന്നിങ്ങനെ ശിവൻ പറയുമ്പോൾ അനുപല്ലവിയെ ഫോൺ ചെയ്യുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല, ഔട്ട് ഓഫ് റേഞ്ച് എന്നാണ് പറയുന്നത്. അവരാകെ ടെൻഷനിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് ആ ഒരു അറ്റൻഡർ ആണെങ്കിൽ ആ ഒരു പിന്നെ രജിസ്ട്രാറുടെ അടുത്തേക്ക് ഫയൽ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അന്നേരം പിന്നെ കളക്ടർ ഇടപെട്ട കേസാണ്, കളക്ടർ വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ അറ്റൻഡർ പറയുകയാണ്. അങ്ങനെ എന്നിട്ട് ഇരിക്കാൻ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഇനി സോഷ്യൽ മീഡിയയിൽ അതൊക്കെ വാർത്തയാകുമെന്നൊക്കെ ഈ രജിസ്ട്രാർ പറയുന്നുണ്ട്. പെട്ടെന്ന് എന്നിട്ട് ആ ഫയൽ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ പെണ്ണിൻ്റെ സ്ഥാനത്ത് ചന്ദ്രയെ കാണുന്നുണ്ട്. അന്നേരം ഈ കുട്ടി എന്നിങ്ങനെ പറഞ്ഞിട്ട് സാറിന് അറിയാമോ എന്ന് അറ്റൻഡർ ചോദിക്കുകയാണ്. അന്നേരം എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ പേര് മാണിക്കോത്ത് ഹൗസ് മഹേന്ദ്രൻ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഈശ്വര ഇത് അത് തന്നെ, എന്തെങ്കിലുമൊക്കെ നടക്കും എന്ന് പറഞ്ഞിട്ട് ഈ രജിസ്ട്രാർ ആണെങ്കിൽ പെട്ടെന്ന് മഹേന്ദ്രനെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം മഹേന്ദ്രൻ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം എന്താ ഗുരുവിളെ സ്ഥലകച്ചവടമൊന്നും നടക്കാറില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങോട്ടത്തേക്കൊന്നും വരാത്തത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പിന്നെ ഇവിടെ എൻ്റെ ഓഫീസിലൊരു വിവാഹം നടക്കാൻ പോവുകയാണ്, പെണ്ണിൻ്റെ സ്ഥാനത്ത് തൻ്റെ മകളാണ് എന്നിങ്ങനെ പറയുകയാണ്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം മഹേന്ദ്രൻ ഒരു നിമിഷം ഇങ്ങനെ ഷോക്കായിട്ടിരിക്കുകയാണ്. അന്നേരം വീണ്ടും ഈ കുരുവിള ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അന്നേരം താനൊന്നും ചെയ്യേണ്ട, അല്പസമയം ഒന്ന് കണ്ണടച്ചിരുന്നാൽ മതി, അല്ലെങ്കിൽ താൻ പേടിക്കും, ഞാൻ വേണ്ടത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് മഹേന്ദ്രൻ ഫോൺ വയ്ക്കുകയാണ്. എന്നിട്ട് അങ്ങോട്ടത്തേക്ക് തന്നെയാണ് പോകുന്നത്. അന്നേരം ഈശ്വര ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നും പറഞ്ഞ് രജിസ്ട്രാർ നിൽക്കുകയാണ്. പുറത്താണെങ്കിൽ ശാലിനിയൊക്കെ ശിവനും ശാലിനിയും പ്രകാശനും കൂടി അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ സമയം അവിടെ ശാരദാമ്മയാണെങ്കിൽ ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ആ ഒരു യാത്രയെക്കുറിച്ച് പറയാനൊക്കെയാണ്. അന്നേരം പിന്നെ എന്തിനാണ് ചിതാഭസ്മ നിമഞ്ജനം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ആത്മാവിന് മോക്ഷം കിട്ടാനെന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം അതിൻ്റെ ആ ഒരു കുറേ വശങ്ങളൊക്കെ ഇങ്ങനെ ജ്യോത്സ്യൻ സംസാരിക്കുന്നുണ്ട്. ശരീരം പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ജലവും അതങ്ങനെ ആയി കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ ആകാശത്തിലേക്ക് തന്നെ ഭൂമിയിലേക്ക് തന്നെ ചേരും എന്നൊക്കെ അതിൻ്റെ കുറേ വശങ്ങൾ ഇങ്ങനെ ജ്യോത്സ്യനാണെങ്കിൽ പറയുന്നുണ്ട്. അന്നേരം അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പെട്ടെന്ന് ജ്യോത്സ്യൻ പറയുന്നുണ്ട്, പക്ഷേ ഇവിടെ ആത്മാവിന് മോക്ഷമല്ല കിട്ടാൻ പോകുന്നത്, അതിന് നിയോഗിക്കപ്പെട്ടവരുടെ അപമൃത്യുവാണെന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു വിളക്കിൽ 2 തിരി അങ്ങോട്ട് അണയുകയാണ്. അന്നേരം നിമിത്ത ശാസ്ത്രപ്രകാരം അപശകുനമാണല്ലോ കാണുന്നത്, ഈ യാത്ര ഒരിക്കലും നടക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. ആരൊക്കെയാണ് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ശാലിനിയും വിഷ്ണുവിൻ്റെ ഭാര്യ ശാലിനിയും പിന്നീട് വിഷ്ണുവിൻ്റെ ഹൃദയം സ്വീകരിച്ച ആളും എന്ന് പറയുകയാണ്. അന്നേരം അതൊരിക്കലും പാടില്ല, ഇത് അപമൃത്യുവിലേക്കാണ് പോകുന്നത്. ഈ ഒരു നിമിത്ത ശാസ്ത്രത്തെയാണ് നമ്മൾ ലക്ഷണങ്ങളൊക്കെ നോക്കിയ ശേഷം നിമിത്ത ശാസ്ത്രത്തെ ആശ്രയിക്കാറുണ്ട്. അത് പ്രകാരം വിഷ്ണു മരിച്ചിട്ടില്ല, വിഷ്ണുവിൻ്റെ ഹൃദയമാണെങ്കിൽ ഇപ്പോൾ മറ്റൊരാളിൽ തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എങ്ങനെ അയാൾക്ക് മരിക്കാനാകും, അയാളുടെ ഇപ്പോൾ ജീവൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് അപകടത്തിലേക്കാണ് അവർ പോകുന്നത്, അതുകൊണ്ട് പോകാനേ പാടില്ല, ഈ യാത്ര ഒരിക്കലും നടക്കില്ല, ഞാൻ ആണയിട്ട് പറയുന്നു, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്ക്, ഇത് നാശത്തിലേക്കായിരിക്കും ആ പോക്ക് പോകുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇത് നടക്കില്ല, ഇതൊരിക്കലും നടക്കാനേ പാടില്ല എന്നിങ്ങനെ തട്ടനെ ജ്യോത്സ്യം നിൽക്കുകയാണ്. അന്നേരം അവരിപ്പോൾ പുറപ്പെട്ടുണ്ടാവുമോ എന്നിങ്ങനെ ശാരദാമ്മ പറയുകയാണ്. അന്നേരം വിളിച്ച് നോക്ക്, പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും തടയണം, അല്ലാതെ ഇതൊരിക്കലും നടക്കില്ല, വിഷ്ണുവിൻ്റെ വിഷ്ണുവിൻ്റെ ഹൃദയം ഇപ്പോഴും മറ്റൊരാളിൽ തുടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇതൊരിക്കലും നടക്കില്ല, നിമഞ്ജനം ചെയ്യാനും നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്നിങ്ങനെ തട്ടനെ ജ്യോത്സ്യം പറയുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ ആകെ ടെൻഷനിലൊക്കെ നിൽക്കുകയാണ്. 2 തിരിയും കെട്ടില്ലേ, ഇത് അപശകുനം തന്നെയാണ് എന്നൊക്കെ കുറിച്ച് അതിൻ്റെ ദോഷവശങ്ങളും ഒക്കെ ശാരദാമ്മയെ പറഞ്ഞ് ജ്യോത്സ്യം മനസ്സിലാക്കുന്നുണ്ട്.
സമയം അവിടെ അനുപല്ലവിയൊക്കെ എത്തിയിട്ടില്ല. അന്നേരം ശിവനും ശാലിനിയും ഒക്കെ ആകെ ടെൻഷനിലായിട്ട് നിൽക്കുകയാണ്. അന്നേരം വഴിയിൽ വല്ല ബ്ലോക്കും എന്നൊക്കെ ഇങ്ങനെ പ്രകാശൻ ആകെ ടെൻഷനിൽ നിൽക്കുകയാണ്. അന്നേരം ഒരു പ്രശ്നമില്ല, അവരിപ്പോൾ ഇങ്ങനെ എത്തും എന്നൊക്കെ പറഞ്ഞ് ശിവൻ സമാധാനിക്കുകയാണ്. ആ സമയത്ത് വണ്ടി അങ്ങോട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അവരെത്തി എന്ന് പറയുകയാണ്. അന്നേരം എന്നിട്ട് അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ശിവനാണ് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ, എന്താ താമസിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം അമ്മയുടെ കണ്ണ് വെട്ടിച്ച് വരണ്ടേ, ഇപ്പോൾ വീട്ടിലേക്ക് അറിഞ്ഞു കാണുമെന്നും പറഞ്ഞ് ചന്ദ്ര ആ ടെൻഷനിലൊക്കെയാണ്. അന്നേരം അറ്റൻഡർ ഇറങ്ങി വരുന്നുണ്ട്. എല്ലാം റെഡി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ റെഡിയാണ്, ദേ പെണ്ണ് എത്തി എന്ന് പറയുന്നുണ്ട്. തുടർന്ന് അവിടെ ഇരുന്ന ആ 2 ഹാരമൊക്കെ ശിവൻ അങ്ങോട്ട് എടുക്കുന്നുണ്ട്. എന്നാൽ വന്നാട്ടെ, ഉള്ള സ്ഥലത്തൊക്കെ നിൽക്കാമെന്ന് പറയുന്നുണ്ട്. അന്നേരം എല്ലാവരും കൂടി രജിസ്ട്രാറുടെ റൂമിലേക്ക് കയറുകയാണ്. എന്നിട്ട് മാഡം ഇരിക്കുമെന്ന് ഇങ്ങനെ രജിസ്ട്രാർ ശാലിനിയോട് പറയുമ്പോൾ ശാലിനി ഇരിക്കുന്നുണ്ട്. അന്നേരം പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം, സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ വന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആ ഒരു സമയം താമസിപ്പിക്കാൻ വേണ്ടി രജിസ്ട്രാർ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അന്നേരം പിന്നെ ഇതൊക്കെ പിന്നെ ചെറുക്കൻ്റെ വീട്ടുകാരായിരിക്കുമല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നല്ല, പെണ്ണിൻ്റെ വീട്ടുകാർക്കായിരിക്കുമല്ലോ സാധാരണ എതിർപ്പ്, അപ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാരായിരിക്കുമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്ന് സാക്ഷികളൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ എല്ലാം ഉണ്ട് എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം ആ ഒരു സമയം ദീർഘിപ്പിക്കുന്നതിൽ ശാലിനിക്കൊരു മുഷിച്ചിൽ തോന്നുന്നുണ്ട്. അന്നേരം നമുക്ക് പോയിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു ശാലിനി പറയുമ്പോൾ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രൊസീജിയറാണ് എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. അവസാനം ശിവൻ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം ശിവൻ പറയുകയാണ്, ഞാൻ പെണ്ണിൻ്റെ ആങ്ങളെയാണ്, എൻ്റെ പിന്നെ പെങ്ങളുടെ കല്യാണം രജിസ്റ്റർ ഓഫീസിൽ നടത്താമെന്ന് എൻ്റെ ചത്തുപോയൊരു അമ്മൂമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തിരുന്നു. അമ്മൂമ്മ കാഞ്ഞു പോയെങ്കിലും നമ്മൾ വാക്ക് പാലിക്കുന്ന കുടുംബക്കാരാണ് ഇങ്ങനെ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. തുടർന്ന് എങ്കിൽ പിന്നെ സമയം താമസിക്കേണ്ട, ഒപ്പിട്ടോളൂ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ചന്ദ്രയോട് ഇങ്ങനെ ഒപ്പിടാൻ പറയുന്നുണ്ട്. അന്നേരം ചന്ദ്രയാണെങ്കിൽ പെട്ടെന്ന് ഏട്ടാന്നും പറഞ്ഞ് ഇങ്ങനെ ശിവൻ്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ്. പ്രകാശനാണെങ്കിൽ ശാലിനിയുടെ കാലിലേക്ക് വീഴുകയാണ്. അന്നേരം എന്താ പ്രകാശനം പറഞ്ഞ് ശാലിനി അങ്ങോട്ട് പിടിച്ചെഴുന്നേൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ചന്ദ്ര ഒപ്പിടാനായിട്ട് അങ്ങോട്ട് തുടങ്ങുമ്പോൾ അവിടെ മഹേന്ദ്രൻ അവിടെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി വരുന്നുണ്ട്. വണ്ടിയിൽ ഇങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് സാക്ഷിക്കൊള്ളത്തിൽ ഒപ്പിടാൻ ആൾ വേണോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് കയറുന്നത്. അന്നേരം മഹേന്ദ്രനെ കണ്ടിങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ ശിവനെ അങ്ങോട്ട് മാറിടാന്നും പറഞ്ഞ് ശിവനെ ഒരു ഒറ്റ തള്ളു വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പ്രകാശിനെ അങ്ങോട്ട് ഒരൊറ്റ തള്ളു തള്ളുന്നുണ്ട്. എന്നിട്ട് കുടുംബത്തിന് മാനം കേടുണ്ടാക്കുന്നതോട് നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്നും പറഞ്ഞ് ചന്ദ്രയുടെ കരണം നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട്. അന്നേരം പക്ഷേ അത് ശിവന് അങ്ങ് ആകപ്പാടെ സങ്കടമാവുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ അച്ഛനല്ലേ എന്നെ ചതിച്ചത്, സ്റ്റേഷനിൽ നിന്ന് പ്രകാശനുമായിട്ടുള്ള വിവാഹം നടത്താമെന്ന് പറഞ്ഞിട്ട് അച്ഛനല്ലേ ചതിച്ചതെന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, പിന്നെ ഊരും പേരും ഇല്ലാത്ത ഒരുത്തനെ നിൻ്റെ ആങ്ങളെയാണെങ്കിൽ നിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയാലോ, അത് നീ മഹേന്ദ്രൻ പിന്നെ കണ്ടു നിൽക്കുമെന്ന് വിചാരിച്ചോടി എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് പിന്നെ വീണ്ടും അവർ തമ്മിൽ സംസാരമൊക്കെ നടക്കുന്നുണ്ട്. അന്നേരം മര്യാദയ്ക്ക് വന്നോളണമെന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അത് ദേഷ്യപ്പെടുകയാണ്. അന്നേരം അത്രയ്ക്ക് തൻ്റെ ഇടമൊക്കെ മാണിക്കോത്ത് മഹേന്ദ്രനുണ്ടോ എന്നിങ്ങനെ അത്രയും നേരം മിണ്ടാതിരുന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം ഇവിടെ വീട്ടിലാണ് നിങ്ങൾ അച്ഛനും മോളും ഒക്കെ, ഇവിടെ ഒരു സ്ത്രീയും പുരുഷനും മാത്രമാണ്. സ്ത്രീയെ പരസ്യമായിട്ട് ഉപദ്രവിക്കുന്ന സെക്ഷൻ വേറെയാണ്, കേസ് വേറെയാണ്, നോൺ വെയിലബിൾ ഒഫൻസ് ആണ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കുറേ നിയമവും പിന്നെ ഇതിൻ്റെ സെക്ഷനൊക്കെ പറയുന്നുണ്ട് ശാലിനി ആണെങ്കിൽ. തുടർന്ന് പറയുന്നുണ്ട്, അതൊന്നും കളക്ടർ മാഡത്തിന്, ഇത് എൻ്റെ മോളാണ്, ഇവളെ ഞാൻ തല്ലും കൊല്ലും എന്ത് വേണമെങ്കിലും ചെയ്യും, അകത്ത് കിടക്കുമെന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ എതിർത്ത് മഹേന്ദ്രൻ നിൽക്കുന്നുണ്ട്. എൻ്റെ മോളെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ചിലപ്പോൾ കൊല്ലും ചിലപ്പോൾ വളർത്തും, അതൊന്നും വേറും ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ ഞാനിവിടെ ഒരു അടി കൊടുത്തത് അത് അവൾക്കല്ല, ഇത് എൻ്റെ മകന് വേണ്ടി തന്നെയാണ് കൊടുത്തത്, അതവൻ അവിടെ കറക്റ്റായിട്ട് കൊള്ളുകയും ചെയ്തു, അതുകൊണ്ടാണ് അവൻ മിണ്ടാതെ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. ശിവനൊരക്ഷരം മിണ്ടാതെ ഇതെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ടാണെങ്കിൽ എന്തായാലും ഇവളെ ഞാൻ കൊണ്ടുപോവുകയാണ്, ഇങ്ങോട്ട് വാടിയെന്നും പറഞ്ഞ് കൈ ബലമായിട്ട് പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഈ രജിസ്ട്രാറോട് പറയുന്നുണ്ട്, എന്തായാലും ഒത്തുപഠിച്ചതിൻ്റെ ആ ഒരു സ്നേഹം കാണിച്ചതിന് തന്നോട് എനിക്ക് നന്ദിയുണ്ട്, ഞാൻ തന്നെ പിന്നെ വന്ന് കണ്ടോളാം എന്നിങ്ങനെ രജിസ്ട്രാറോട് പറയുകയാണ്. അന്നേരമാണ് ഈ രജിസ്ട്രാറാണ് പറഞ്ഞു കൊടുത്തതെന്ന് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നത്. എന്നിട്ട് ചന്ദ്രയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ്. അന്ന് ചന്ദ്ര അച്ഛൻ വീട് എന്നൊക്കെ പറഞ്ഞ് ശ്രമിക്കുന്നുണ്ടെങ്കിലും ബലമായിട്ട് മഹേന്ദ്രൻ കൊണ്ടുപോയി കാറിലേക്ക് ആ ബാക്ക് ഡോറ് തുറന്ന് അതിനകത്തോട്ട് ഡോർ ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വണ്ടി എടുത്ത് പോകുന്നുണ്ട്. തുടർന്ന് ശാലിനി ചോദിക്കുന്നുണ്ടോ, അപ്പോൾ താനായിരുന്നല്ലേ ഇതിൻ്റെയൊക്കെ പിന്നിൽ, അപ്പോൾ എന്തായാലും പിന്നെ ഇപ്പോൾ ഇങ്ങനെ കാണിച്ചു എന്ന് കരുതി നമ്മൾ എന്തായാലും ഈ ശ്രമം ഉപേക്ഷിക്കാനൊന്നും പോണില്ല, താനല്ലല്ലോ രജിസ്ട്രാറായിട്ട് ഈ നാട്ടിലുള്ളത്, വേറെയും രജിസ്ട്രാർ നട്ടലുള്ള രജിസ്ട്രാർമാർ ആണുങ്ങൾ വേറെ ഉണ്ടല്ലോ, നമ്മൾ ആ വഴിക്ക് നോക്കും, തോറ്റ് പിന്മാറുകയല്ല, കാണാം എന്ന് പറഞ്ഞിട്ട് ശാലിനി അവിടെ നിന്ന് ആകെ വിഷമിച്ച് അങ്ങോട്ട് ഇറങ്ങുകയാണ്. അന്നേരം രാമേട്ടൻ അവിടെ വെളിയിൽ തന്നെ നിൽക്കുകയാണ്. അന്നേരം ശിവനാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ട് രജിസ്ട്രാറോട് പറയുന്നുണ്ട്, ഇപ്പോൾ താൻ ചെയ്തത് ചതിയുണ്ടല്ലോ, അത് പിന്നെ മാണിക്കോത്ത് മഹേന്ദ്രനല്ലേ ഇപ്പോൾ ഇവിടെ നിന്ന്, എൻ്റെ അച്ഛനാണ് അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോയതെങ്കിലും അതേ മഹേന്ദ്രൻ്റെ മകനാണ് ഞാൻ പറയുന്നു, എൻ്റെ പെങ്ങളുടെ വിവാഹം ഞാനിങ്ങനെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടത്തുക തന്നെ ചെയ്യും, ആയുസ്സിന് ബലമുണ്ടെങ്കിൽ തന്നെ ഞാൻ കൂടുതലുണ്ടെങ്കിൽ തന്നെ ഞാൻ വിളിക്കും, പക്ഷേ അച്ഛൻ പിന്നെ തനിക്ക് കുറേ തുകയൊക്കെ എമൗണ്ടൊക്കെ തരുമായിരിക്കും, താൻ അതും വാങ്ങിച്ച് എവിടെയെങ്കിലും മാറി നിന്നോ, പക്ഷേ അതുകൊണ്ട് എൻ്റെ മുന്നിലേക്കെങ്ങാനും വന്ന് പെട്ടാലുണ്ടല്ലോ മാണിക്കോത്ത് മഹേന്ദ്രൻ ശിവനാണ് പറയുന്നത് തനിക്ക് ആയുസ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ആ ശിവൻ്റെ ആ
ആക്ഷനിൽ കുറേ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. അതേസമയം ആ വെളിയിലിറങ്ങിയ ശാലിനി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ഈ ശിവനാണെങ്കിൽ വീണ്ടും ഈ രണ്ട് കൈയും ആ ഒരു രജിസ്റ്ററുടെ മേശപ്പുറത്ത് ഇങ്ങനെ കുത്തി നിന്നില്ല. അപ്പോഴത്തേക്കില്ല സിംഹമൊക്കെ ഇങ്ങനെ അലർന്ന ആ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. അതേ മഹേന്ദ്രൻ്റെ മകനാണ് പറയുന്നത്, ഞാൻ ഈ വിവാഹം നടത്തിയിരിക്കും, താൻ സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡയലോഗ്. സർവ്വക്ഷ ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ശിവനും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. മാലയും ഹാരമൊക്കെ ആയിട്ട് അനുപല്ലവി ഇറങ്ങുകയാണ്. എന്നിട്ട് അവരിങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ശിവനിങ്ങനെ ശാലിനിയെ ശ്രദ്ധിക്കുന്നുണ്ട്. ശാലിനി ഇങ്ങനെ നോക്കുകയാണ്. പക്ഷേ ആ ഒരു വിഷമം അവർ രണ്ടുപേർക്കും വിഷമം ഒരേപോലെ ആ ഒരു വിവാഹം മുടങ്ങിയതിൽ. അന്നേരം ചേച്ചിന്ന് ഇങ്ങനെ പ്രകാശ് വിളിക്കുകയാണ്. അന്നേരം നീ ടെൻഷൻ ആവണ്ട, നമുക്ക് വേറെ വഴി നോക്കാം, വഴിയുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് ശാലിനി സമാധാനിപ്പിക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്ന സത്യഭാമയുടെ വീടാണ്. അവിടെ പിള്ളയോടാണെങ്കിൽ ഇങ്ങനെ രാഘവൻ നായരുടെ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഘവേട്ടൻ ഇങ്ങനെ ആയാലും എന്ത് ചെയ്യുമെന്നിങ്ങനെ ഭാമ പിള്ളയോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇതിന് ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ, വിഷ്ണു കുഞ്ഞിനെ എത്രയും വേഗം കണ്ടുപിടിച്ച് കൊണ്ടുവരിക എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് അവിടേക്ക് ഒരു വണ്ടി വന്ന് നിൽക്കുകയാണ്. അന്നേരം സുസ്മിതയാണ് അതിൽ വരുന്നത്. അന്നേരം ഡ്രൈവർ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഡോർ തുറന്നു കൊടുക്കുമ്പോൾ ഇവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് ആരാണ് വരുന്നതെന്ന്. അന്നേരം സുസ്മിത ഇങ്ങനെ ആ അമ്പലത്തിൽ പോയ പൂജാ പാത്രമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ്. അന്നേരം ഭാമ ഇങ്ങനെ പതിയെ ഇങ്ങനെ സുസ്മിതയെന്നും കണ്ട് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നു. ഇത്രയുമേ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. പക്ഷേ അവിടെ ഭാമയുടെ കൂടെ അടുക്കാനുള്ള ഒരു തന്ത്രവുമായിട്ടാണ് സുസ്മിത വരുന്നത്. അതിലിനി ഭാമ വീഴുമോ ഇല്ലയോ എന്നുള്ളതാണ്. ശാലിനി കാണുമ്പോൾ ദേഷ്യമൊക്കെ ആവും. അതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.